നമസ്കാരം, ഞാൻ ശുഭശ്രീ പ്രശാന്ത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളിൽ ഓരോന്നിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കിന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വിഷയവുമായിട്ട് നമുക്കിന്ന് പരിചയപ്പെടാം. അതാണ് അമിതവണ്ണം, അതായത് ഓവർ വെയ്റ്റ് എന്ന് പറയുന്നത്. പലർക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ, വെയിറ്റ് കുറയ്ക്കണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലരും പല കാര്യങ്ങളും ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് വെയിറ്റ് കുറയാത്തത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഇത്രയുമൊക്കെ ശ്രമിച്ചിട്ടും വെയിറ്റ് കുറയാത്തത് നമുക്ക് നോക്കാം. ഇനി ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളീ പറയുന്നതെല്ലാം ജനറലി പറയുന്ന കാര്യങ്ങളാണ്. അത് ഓരോ കാര്യങ്ങളും വ്യക്തിഹിതമാണ്. ഇപ്പോൾ ഓവർ വെയ്റ്റ് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും ശരീരഭാരം വർദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണെങ്കിൽ മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ടും നമുക്ക് ശരീരഭാരം വർദ്ധിക്കാം. അതായത് നമുക്കിപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക്, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്ക്, പിന്നെ പ്രമേഹമോ മറ്റൊരുപാട് അസുഖങ്ങളുണ്ടല്ലേ, അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും കണ്ടീഷൻസ് ഉള്ളവർക്കും ശരീരഭാരത്തിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാം. അപ്പോൾ നമ്മളിവിടെ ജനറലിയാണ് പറയുന്നത്, ഓരോ വ്യക്തിയും വെയിറ്റ് കുറയ്ക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ശരീരഭാരം നിയന്ത്രിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് അവരുടെ ബ്ലഡ് വാല്യൂസ് എല്ലാം ചെക്ക് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കി വേണം വെയിറ്റ് റിഡക്ഷൻ തുടങ്ങാനായിട്ട് തന്നെ. ഇപ്പോൾ കൊളസ്ട്രോള്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഒന്നാമത്തെ കാര്യം, ഒരു കാരണവശാലും നമുക്കൊരു പെട്ടെന്നുള്ള വെയിറ്റ് റിഡക്ഷൻ, അതായത് പലരും ആഗ്രഹിക്കുന്നത് 10 ദിവസം കൊണ്ട് 10 കിലോ കുറയുക, അല്ലെങ്കിൽ 1 മാസം കൊണ്ട് 30 കിലോ, ഇങ്ങനെയുള്ള ഒരു ഗിമിക്ക് നമ്മൾ അതിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ആരോഗ്യപരമായ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ശരീരം ഫ്രണ്ട്ലി ആയിട്ട്, ബോഡി ഫ്രണ്ട്ലി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശരീരത്തിനെ ഒരുപാടായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കരുത്. നമ്മളെപ്പോഴും നമ്മളെ ബോഡിയെ സ്നേഹിക്കാനായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ വെയിറ്റ് കുറയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, വെയിറ്റ് റിഡക്ഷന് ഏറ്റവും അനിവാര്യമായി നമുക്ക് ആദ്യം വേണ്ടത് വ്യായാമം. നമ്മൾ മുമ്പുള്ള എപ്പിസോഡിലൊക്കെ പറഞ്ഞ് വ്യായാമത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞല്ലേ. വ്യായാമം, അതുപോലെ തന്നെ ഭക്ഷണ നിയന്ത്രണം, പിന്നീട് ജലം, അത് കഴിഞ്ഞാൽ ഉറക്കം. അപ്പം ഇതെല്ലാം തന്നെ ജനറലായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതിന് മുന്നേ ഒരു വ്യക്തി വെയിറ്റ് കുറയ്ക്കുന്നതിന് മുന്നേ അവൻ്റെ ശാരീരിക അവസ്ഥകൾ എന്താണെന്ന് നോക്കിയിട്ട് വേണം വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കാൻ. ഒരു രീതിയിലുള്ള ഗിമിക്കുകളിലും പോകാതിരിക്കുക. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് നോക്കാം വ്യായാമം. എന്തൊക്കെ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യാം? നടക്കാം, സ്വിമ്മിങ്, ഡാൻസിങ്, അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊന്നും നമുക്ക് പറ്റുന്നില്ല. ചില വീട്ടമ്മമാർ പറയാറുണ്ട്, ഞാൻ രാവിലെ ഉറക്കം എണീറ്റ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയും എനിക്ക് ഇഷ്ടം പോലെ ജോലിയാണ്, പക്ഷേ എൻ്റെ വെയിറ്റ് കുറയുന്നില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും ഒരു അരമണിക്കൂർ സമയമെങ്കിലും കണ്ടെത്തി കൃത്യമായി ചെയ്യുന്ന ഒരു സംഭവമാണ് വ്യായാമം. അപ്പോൾ ആ ഒരു ടൈം കീപ്പ് ചെയ്ത് എല്ലാ പേരും ചെയ്യാനായിട്ട് ശ്രമിക്കുക, വ്യായാമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വെയിറ്റ് റിഡക്ഷൻ്റെ ഭാഗമായി രാവിലെ ഉറക്കം എണീക്കുമ്പോൾ തന്നെ, ബെഡിൽ നിന്ന് എണീക്കുന്നതിന് മുന്നേ തന്നെ കഴിയുമെങ്കിൽ നമ്മൾ ബെഡിലൊരു 10 മിനിറ്റ് കിടന്നുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് ചെയ്യുക. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും, ജോയിൻറ്റ്സ് എല്ലാം ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഹാൻഡ് ജോയിൻറ്റ്സ് മൂവ് ചെയ്യിപ്പിക്കാം, ലെഗ് ജോയിൻറ്റ്സ് മൂവ് ചെയ്യിപ്പിക്കാം. ഇങ്ങനെ കൈയും കാലുമൊക്കെ ഒന്ന് മൂവ് ചെയ്യിപ്പിച്ച് നമ്മളൊന്ന് ഫ്രഷപ്പായിട്ട് ബെഡിൽ നിന്നും എണീക്കുക. അതിനുശേഷം നമ്മൾ ഫ്രഷപ്പായിട്ട് ഒരു 2-3 ഗ്ലാസ് ലൂക്ക് വാം വാട്ടർ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ രാവിലെ ഉറക്കം എണീക്കുന്നതിനൊരു സമയം വയ്ക്കുക. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് 6 മണിക്കെങ്കിലും ഉറക്കം എണീക്കാനായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ എണീറ്റാൽ വളരെ നല്ലത്. ഞാൻ ഈ 6 മണി പറയുന്നത് 5 മണിയാണ് നമ്മൾ പറയുന്നത്. 5 മണിക്ക് മുന്നേ എണീക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാലൊരു ഹെൽത്തി എന്ന് പറയുന്നത്. പക്ഷേ പലരും ഓവർനൈറ്റൊക്കെ വർക്ക് ചെയ്ത് കിടക്കുമ്പോൾ ഉറക്കം അനിവാര്യമായതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് 6 മണിക്കെങ്കിലും ഉറക്കം എണീക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതൊരു ജനറലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞു പോകുന്നത്, നമ്മൾ ജനറലി ഇങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നോർമലി പല പ്രശ്നങ്ങളും ഉള്ളവർക്ക് 6 മണിക്കെങ്കിലും ഉറക്കം എണീക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 6 മണിക്കെങ്കിലും ഉറക്കം എണീക്കാൻ ശ്രമിക്കുക. രാവിലെ എണീറ്റാൽ ഉടനെ എന്തെങ്കിലുമൊക്കെ
ശാരീരികമായ വ്യായാമം ബെഡിൽ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ജോയിൻറ്റ് മൂവ്മെൻറ്റ്സ് ചെയ്യുക. അതിനുശേഷം ഒരു 3 ഗ്ലാസ്സോളം വെള്ളം വെറും വയറ്റിൽ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞ് സമയം കിട്ടുമെങ്കിൽ ഒരു വാക്കിങ്ങോ ഹാഫ് ആൻ അവർ വാക്കിങ്ങോ, അതിപ്പോൾ വാക്ക് ചെയ്യാനായിട്ട് നമുക്ക് വീടിന് പുറത്ത് പോയി നടക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ വീട്ടിനകത്ത് നടക്കാം, അല്ലെങ്കിൽ സ്റ്റെയർസ് കയറാം. കാലിൽ മുട്ടിനൊന്നും വേദനയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങളൊന്നുമില്ല എങ്കിൽ അപ്സ്റ്റെയർസ് കയറി ഇറങ്ങുന്നത് കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്റ്റെയർസ് കയറരുത്. അപ്പോൾ ആ പ്രശ്നം പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് കണ്ടീഷനും ഇല്ലാത്തവർക്ക് സ്റ്റെയർസ് കയറി ഇറങ്ങുന്നത് നല്ലതാണ്. സ്പീഡ് ഓരോ ദിവസം ചെല്ലുന്തോറും ആ സ്റ്റെയർസ് കയറുന്നതിൻ്റെ സ്പീഡ് കൂട്ടാം. പിന്നെ നമുക്ക് ഡാൻസസ്, അതായത് സുംബായോ അല്ലെങ്കിൽ നോർമൽ ഡാൻസോ ഇഷ്ടമുള്ള വ്യായാമം ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡാൻസർ ഒന്നും അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടിട്ട് റൂമിനകത്ത് വിഗറസ് ആയിട്ടുള്ള ഡാൻസ് സ്റ്റെപ്സ് മൂവ്മെൻറ്റ്സ് ചെയ്യുന്നതും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നീന്തുന്നവർക്കാണെങ്കിൽ സ്വിമ്മിങ് നല്ലതാണ്, ഓട്ടം നല്ലതാണ്, സൈക്കിൾ റൈഡിങ് നല്ലതാണ്. പിന്നെ അല്ല നമ്മുടെ വീട്ടിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലും വ്യായാമങ്ങൾ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി ഇതൊന്നുമല്ല, നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം. അതും വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. ബ്രീത്തിങ് എക്സസൈസും അതുപോലുള്ള യോഗ മൂവ്മെൻറ്റ്സും സൂര്യ നമസ്കാരവും ത്രാടാസനവും എല്ലാം നമുക്ക് ഇതിൽ പ്രാക്ടീസ് ചെയ്യാം. വെയ്റ്റ് റിഡക്ഷന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ അനിവാര്യമായി കൊണ്ടുപോകേണ്ടതാണ് ഭക്ഷണ നിയന്ത്രണം. ഭക്ഷണ നിയന്ത്രണം എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അതിനെ ക്വാണ്ടിറ്റിയിൽ ശ്രദ്ധിച്ച്, അതായത് ക്വാണ്ടിറ്റി കുറച്ച് 3 നേരം കഴിക്കുന്നതിന് നമ്മൾ 6 കൺവേർട്ട് ചെയ്യുക. അതായത് 3 മീൽസ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അതിൻ്റെ ഇടയ്ക്ക് 3 സ്നാക്കിങ്, അതായത് മിഡ് മോർണിംഗ്, അതുപോലെ തന്നെ ഈവനിങ്, പോസ്റ്റ് ഡിന്നർ, ഇങ്ങനെ 3 സ്നാക്കിങ്, 3 മെയിൽ മീൽസ് 3 സ്നാക്കിങ്ങുമായിട്ട് കൺവേർട്ട് ചെയ്യുക. നിങ്ങൾ കഴിക്കുന്ന പോർഷൻ കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ രാവിലെ നിങ്ങൾ 3 അല്ലെങ്കിൽ 4 ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എടുക്കുമെങ്കിൽ അതിന് റെഡ്യൂസ് ചെയ്തിട്ട് 2 എന്നുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ് എപ്പോഴും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. മുഴുധാന്യങ്ങൾ പൊടിച്ചെടുത്ത സാധനങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനാണ് നല്ലത്. അതിൽ നമുക്ക് റാഗി, ചോളം, ബജ്ര, അതുപോലെ തന്നെ ഗോതമ്പ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇതെല്ലാം ഹെൽത്തി ആയിട്ട് വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസാണ്. പിന്നെ നമുക്ക് ഓട്സും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്. അത് കഴിഞ്ഞ് ഹെൽത്തി ആയിട്ട് സ്നാക്സിനോട്ട് പോകുമ്പോൾ സ്നാക്കിങ് ഈവനിങ് ആയാലും മോർണിംഗ് ആയാലും അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സും അതുപോലെ പിന്നെ സാലഡ്സും സ്പ്രൗട്ട്സും ഇതൊക്കെ യൂസ് ചെയ്യാം. ഉച്ചയ്ക്ക് ലഞ്ചിന് നമ്മൾ റൈസ് ക്വാണ്ടിറ്റി കുറയ്ക്കാൻ ശ്രമിക്കുക, വെജിറ്റബിൾസ് കൂടുതൽ ഉപയോഗിക്കുക, ഫിഷോ അങ്ങനെയുള്ള ലീൻ മീറ്റ്സോ ഒക്കെ യൂസ് ചെയ്യാം. ഡിന്നർ നമ്മളെപ്പോഴും വളരെ കുറച്ച് യൂസ് ചെയ്യുക, അതായത് അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, ഫാറ്റി ആവാതിരിക്കുക, സാച്ചുറേറ്റഡ് ഫാറ്റ്സിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓയിലി ഫുഡ്സ് എല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിനോടൊപ്പം തന്നെ സ്വീറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കുക, മധുരം വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. കഴിയുമെങ്കിൽ മധുരം അവോയ്ഡ് ചെയ്യാനും നോക്കാം. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വെള്ളം ധാരാളം കുടിക്കുക, സ്ട്രെസ് ഫ്രീ ആയിരിക്കുക, ഉറങ്ങുക. സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. സ്ട്രെസ്സ് നമ്മളുടെ ശരീരഭാര വർധനത്തിന് കാരണമാണ്. അപ്പോൾ സ്ട്രെസ് ഫ്രീ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിനെ ഫ്രീ ആയിട്ട് വിടുക. മനസ്സിന് ഉല്ലാസം തരുന്ന കാര്യങ്ങൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക, ചെയ്യുക. അപ്പോൾ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള വ്യായാമം, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം, അതുപോലെ തന്നെ വെള്ളം, ഉറക്കം, സ്ട്രെസ് ഫ്രീ, ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബോഡി ഫ്രണ്ട്ലി ആയിട്ട് വേണം വെയിറ്റ് കുറയ്ക്കാൻ. നമ്മൾ ഒരിക്കലും നമ്മളെ ബോഡിയെ ടോർച്ചർ ചെയ്യരുത്. നമ്മൾ അമിതമായി ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൽ ഒരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്യുകയും ചെയ്യരുത്. ചിലർ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഫ്രൂട്ട്സിനെ മാത്രം ആശ്രയിക്കുന്നവരുണ്ട്, ചിലർ വെജിറ്റബിൾസിനെ മാത്രം ആശ്രയിക്കുന്നവരുണ്ട്. സോ നിങ്ങളിപ്പോൾ നോൺ വെജിറ്റേറിയനോ ആകാം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണ രീതി അതുമായിട്ട് കമ്പയർ ചെയ്ത് കൊണ്ടുപോവുക. പക്ഷേ എല്ലാ ഭക്ഷണ ഗ്രൂപ്പിൽ നിന്നും ഭക്ഷണം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ മറ്റുള്ള ന്യൂട്രിയൻസിൻ്റെ അഭാവം നിങ്ങളെ പെട്ടെന്ന് രോഗശയ്യയിലേക്ക് എത്തിക്കാൻ കാരണമാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ BP ലോ ആവാനും ഇങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും കാരണമാകാം. സോ അതുകൊണ്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഹെൽത്തി ആയിട്ട്, ബോഡി ഫ്രണ്ട്ലി ആയിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, വെള്ളം, വ്യായാമം, ഭക്ഷണം, അതുപോലെ തന്നെ ഉറക്കം, സ്ട്രെസ് ഫ്രീ ആയിരിക്കുക, ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുക, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പോർഷൻ നിയന്ത്രിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അനിവാര്യമായ വ്യായാമം ചെയ്ത് നമുക്ക് ശരീരഭാരം നിയന്ത്രിക്കാം.
ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് ജനറലി പറയുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും രോഗാവസ്ഥയിലുള്ളവർ അവരവരുടെ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ചികിത്സ ചെയ്യുന്ന ആളുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ തേടി പോകാവൂ. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ മറ്റൊരു രീതിയിൽ ബാധിക്കും. സോ ബിവെയർ. എല്ലാവരും ശ്രദ്ധയോടുകൂടി വേണം വെയിറ്റ് നിയന്ത്രിക്കാനായിട്ട്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു ജീവിതശൈലി രോഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.